കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ നട്ടലുള്ളവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ചു പേരെ ഉള്ളൂ എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. കാരണം അവർ പൊതുജനങ്ങളുടെ ആരാണ് മറുഭാഗത്ത് എന്നതുള്ളതല്ല. അവർക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടായാൽ കൃത്യമായി അവിടെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുകയും ഇടപെടുകയും ചിലരെങ്കിലും ഇടപെടുകയും അതുപോലെ സ്വന്തം പാർട്ടി എത്ര കണ്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് ആരോപിക്കുമ്പോഴും അതൊന്നും കാര്യമാക്കാതെ താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അത് മാത്രമല്ല അന്നും ഇന്നും എപ്പോഴും ഒരേ നിലപാട് കൊണ്ട് സാധാരണക്കാർക്ക് ഒപ്പം നിൽക്കുകയും ഉറച്ച ജീവിത നിലപാടുകൾ കൊണ്ട് എതിരാളികൾക്ക് ആർക്കും തന്നെ സാമ്പത്തികമായോ അല്ലെങ്കിൽ അഴിമതിപരമായോ മറ്റോ വിമർശിക്കാൻ കഴിയാത്ത തക്കവണ്ണമുള്ള ഒരു പ്രവർത്തന തലമൊരുക്കി അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർ അങ്ങനെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരാളാണ് BJPയുടെ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ. ഇതേ ശോഭാ സുരേന്ദ്രനെ പല രീതിയിൽ പലരും പലതവണ തളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ വളരെ വ്യക്തമായ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് അതിനെയൊക്കെ മറികടന്ന് വന്നിട്ടുമുണ്ട്. അതുപോലെ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ കൃത്യമായി പ്രതികരിച്ചിട്ടുമുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കോഴിക്കോട് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ച ആ ശബ്ദം എന്ന് പറയുന്നത്. അതുപോലെ ഷാജസ്കറിയയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ശബ്ദിച്ചത്. ഏത് രാഷ്ട്രീയ പാർട്ടിയെന്ന് ശോഭാ സുരേന്ദ്രൻ നോക്കാറില്ല. ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ രീതി, അതിന്റെ ശൈലി, അത് മാത്രമാണ് നോക്കി ഞാൻ കണ്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ വളരെ വ്യക്തമായ നിലപാടുള്ള ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിനോട് വളരെ വ്യക്തമായി തന്റെ നിലപാട് പറഞ്ഞതും തന്റെ ആസ്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനെ അടപടലം പൂട്ടും എന്ന രീതിയിലുള്ള നിലപാടുകളുമായി ചില പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നത്. എന്നാൽ അവിടെ ശോഭാ സുരേന്ദ്രൻ അത് കണ്ട് വിരളി പിടിച്ച് ഓടുകയല്ല ചെയ്തത്. വിരട്ടാൻ നോക്കണ്ട എന്നും താൻ മണ്ണിൽ ചവിട്ടിയാണ് നിൽക്കുന്നതെന്നും ആ മണ്ണിൽ ഇന്നല്ല ഇന്നലെയല്ല ജനിച്ച് നടക്കാൻ തുടങ്ങിയ കാലം മുതൽ മണ്ണിൽ ചവിട്ടിയാണ് താൻ നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ താനെ ഇതൊന്നും കാണിച്ച് ഇതൊന്നും കാട്ടി വിരട്ടേണ്ട ആവശ്യമില്ല എന്നും ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പൂട്ടാൻ വേണുഗോപാൽ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കാൻ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. തെളിവ് ആർക്കാ കൊടുക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസിനോ? പിണറായി വിജയൻ ഊണിലും ഉറക്കത്തിലും കേരളത്തിലെ നല്ലവരായിട്ടുള്ള പോലീസ് ഓഫീസർമാരെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ മകൾക്കും തന്റെ മകനും മകന്റെ അമ്മായി അച്ഛനും കവചം തീർക്കാനും പിന്നെ കരിമണൽ കർത്തയുടെ ഡയറിയിൽ കണ്ട PV അത് പിണറായി വിജയനല്ല പരിപ്പോടെയാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ പോലീസിനെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? നല്ല പോലീസ് ഓഫീസർമാരുണ്ട് കേരള പോലീസിൽ, അതിൽ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ അവരുടെ കൈകളിൽ ചങ്ങലകളിട്ടിരിക്കുകയാണ്. ചില പോലീസ് അധികാരികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ അരിവാള് പോലെ പാർട്ടി ചിഹ്നമായിട്ടുള്ള അവരുടെ പാർട്ടി ചിഹ്നമായ അരിവാള് പോലെ നട്ടല് വളച്ചു നിൽക്കുമ്പോൾ ആ പോലീസ് അധികാരികളെ വിശ്വസിക്കണം എന്നാണോ പറയുന്നത്? കരുവന്നൂർ കേസിൽ എന്താണ് കേരളത്തിലെ പോലീസ് ചെയ്തത്? എന്താണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തത്? വിജിലൻസ് അന്വേഷണം എന്തായി? ഒരു CPIയുടെയും CPIMന്റെയും 2 പ്രാദേശിക നേതാക്കളായിട്ടുള്ള സ്ത്രീകളെ 56 ദിവസത്തിലധികം വിജിലൻസ് അന്വേഷണം നടത്തിച്ച് ജയിലിനകത്തിട്ടു പിണറായി വിജയൻ. സ്വന്തം പാർട്ടിക്കാരെ. ആ സ്ത്രീ പുറത്തിറങ്ങി വന്ന് അവരെ കാണാൻ പോയി. അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിച്ച് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ആ ഒരു ഫയലിൽ ഒപ്പുവെച്ചു എന്നതൊഴിച്ച് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷെ അവരെ ക്രൂശിച്ചുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും കേരള പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ കരുവന്നൂർ കേസുണ്ടല്ലോ, 3.5 വർഷത്തെ ശോഭാ സുരേന്ദ്രന്റെ പോരാട്ടം കൊണ്ടാണ് ഇന്ന് കരുവന്നൂർ കേസിലെ പല പ്രതികളെയും ചോദ്യം ചെയ്തിട്ടുള്ളത്. പല രേഖകളും ദേശീയ ഏജൻസിക്ക് മുൻപാകെ കൊടുക്കാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് സാധിച്ചിട്ടുണ്ട്. ക്യാമറ വിവാദമുണ്ടായല്ലോ, 57 ലക്ഷത്തിനും 57 കോടിക്കും അതുപോലെ തന്നെ 48 കോടിക്കും കേരളത്തില് നരേന്ദ്രമോദി കൊടുത്ത റോഡില് പിണറായി വിജയൻ ക്യാമറ വെക്കാൻ തീരുമാനിച്ചപ്പോ ആ ക്യാമറ വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛനെ കൊണ്ട് ക്യാമറ വെപ്പിക്കാൻ തീരുമാനിച്ചു. എന്തായി ഈ കേസ്? അതിനെക്കുറിച്ച് ദേശീയ ഏജൻസി അന്വേഷണം വരും. സ്വർണ്ണക്കടത്ത് എന്തായി? അപ്പൊ ദേശീയ ഏജൻസി പെട്ടെന്നൊരു ദിവസം അന്വേഷിച്ച് ആളുകളെ പിടികൂടുന്ന ഒരു ഏജൻസിയല്ല. അവരുടെ ചുമതല എന്താണ്? അവരവരുടെ കൃത്യം ഭംഗിയായിട്ട് നിർവഹിക്കണം. അവര് നമ്മുടെയൊക്കെ ശമ്പളം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ദേശീയ ഏജൻസിക്കകത്തുള്ളത്. അവരാരോടും പ്രീതിയില്ലാതെ മമതയില്ലാതെ അവരുടെ കൃത്യനിർവഹണം നടത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ദേശീയ ഏജൻസി മുൻപാകെ നമ്മൾ പോകുന്നത്. എന്താ കേരള നിയമസഭയ്ക്കകത്ത് മിസ്റ്റർ VD സതീശൻ ഈ കേസ് കരിമണൽ കർത്തയുടെ കേസ് ചർച്ച ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത്?
കരിമണൽ കർത്തയുടെ ഡയറിയിൽ പേരുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടല്ലേ? എങ്ങനെയാണ് മേജർ മൈനിങ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് മേജർ മൈനിങ് നടത്താൻ കരിമണൽ കർത്തയ്ക്ക് രാജസ്ഥാനിലെ മന്ത്രി ശിശ്രാം ഓലയുടെ ടീം അംഗങ്ങൾ അവർക്ക് എങ്ങനെയാണ് KC വേണുഗോപാലിനെയും കരിമണൽ കർത്തയെയും സഹായിക്കാൻ സാധിച്ചത്? എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടി അതിനെതിരെ രംഗത്ത് വരാതിരുന്നത്? ഒരു സഖാവിനെ തോട്ടപ്പള്ളിയിൽ കൊന്നുകളഞ്ഞല്ലോ. എന്തേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം നേതൃത്വം ഈ മരണപ്പെട്ടത് കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ നിങ്ങൾ രംഗത്ത് വരാതിരുന്നത്? എവിടെ പോയി ആ കേസ് അന്വേഷണം? കരുവന്നൂരിലെ ജയിലിനകത്ത് കിടക്കുന്ന സതീശനും അവിടുത്തെ മിസ്റ്റർ മൊയ്തീൻ മുൻ മന്ത്രിയും രണ്ടുപേരും ചേർന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പിന്നെ കള്ളപ്പണം മാറ്റിമറിക്കാനും ഒക്കെ ഉപയോഗിച്ച അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അർദ്ധരാത്രി 1 മണിക്കല്ലേ ലോറി കയറ്റി കൊന്നത് അല്ലേ? എന്തേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കും അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിക്കും അരുണിന്റെ അമ്മ ഭ്രാന്തിയായിട്ടാണ് ജീവിക്കുന്നത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അരുൺ DYFI-കാരനാണ്. അരുണിനെ കൊന്നുകളഞ്ഞു. ഇന്ന് കരുവന്നൂർ കേസിൽ ജയിലിനകത്ത് കിടക്കുന്ന അരവിന്ദാക്ഷന്റെ സന്തത സഹചാരി ജോഷി എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത്? എന്താ അന്വേഷിക്കണ്ടേ നമുക്ക്? അപ്പൊ കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയോ കോൺഗ്രസിലെ ചില ഇതുപോലെയുള്ള വളരെ വലിയ തെറ്റ് ചെയ്യുന്നവർക്കെതിരെയോ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ രേഖകളെല്ലാം തേച്ചുമാച്ച് കളഞ്ഞതിന് ശേഷം ഈ കോടതിയിൽ പോകുന്ന ഏർപ്പാടുണ്ടല്ലോ, അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. വേണുഗോപാലിന് എന്തായാലും നല്ല കാലം വരാൻ പോവുകയാണ്, എനിക്കും നല്ല കാലം വരാൻ പോവുകയാണ്. അത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്ന് നോക്കാം. അത്രേ അതിനെക്കുറിച്ച് ഇപ്പൊ പറയാനുള്ളൂ. സത്യത്തിൽ ശോഭാ സുരേന്ദ്രനെ വിരട്ടി ഇപ്പൊ പരക്കം പായുന്നത് വേണുഗോപാലാണ്. ശോഭാ സുരേന്ദ്രനാകട്ടെ തന്റെ തെളിവുകൾ കേരള പോലീസിന് കൈമാറില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം കേരള പോലീസിന് കൈമാറിയിട്ട് കാര്യമില്ല. കേരള പോലീസ് ഏത് രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ആ തെളിവുകൾ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറും എന്നാണ് പറയുന്നത്. നോക്കാം എന്താണ് വരാൻ പോകുന്നത് എന്ന്.